മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഭക്തരെ, നിങ്ങൾക്ക് ജീവിതത്തിൽ സൂര്യനെ പോലെ തിളങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം സൂര്യനെ പോലെ കത്തിജ്വലിക്കണം. നിങ്ങൾ ഒരാളെ എത്ര വേണമെങ്കിലും പ്രശംസിച്ചോളൂ, പക്ഷേ അപമാനിക്കുമ്പോൾ ഒരു നിമിഷം ചിന്തിക്കണം. കാരണം അപമാനം എന്നത് അവസരം ലഭിക്കുമ്പോൾ നൽകുന്ന വായ്പയാണ്. എല്ലാവരും പലിശ സഹിതം തിരികെ നൽകുന്നു. ഭക്തരെ, പ്രായമല്ല, ഉത്തരവാദിത്തങ്ങളാണ് ഒരാൾക്ക് പക്വത നൽകുന്നത്. ജീവിതം ഒരു പാഠമാണ്. അത് പഠിക്കാൻ വിദ്യാഭ്യാസം ആവശ്യമില്ല, അനുഭവങ്ങൾ മാത്രം മതി. ഭക്തരെ, സന്തോഷത്തിൻ്റെ വില മനസ്സിലാക്കണമെങ്കിൽ ആദ്യം സങ്കടങ്ങളിലൂടെ കടന്നു പോകണം. ഒരാളെ പരിഗണിക്കാനായി മറ്റൊരാളെ അവഗണിക്കാത്ത പക്ഷം എല്ലാ ബന്ധങ്ങളും മനോഹരമാണ്. ഭക്തരെ, ഒരു മനുഷ്യൻ്റെ മനസ്സിനേറ്റ ചില മുറിവുകൾ കാലത്തിന് മായ്ക്കാൻ പറ്റുമെന്ന് പറയുന്നത് സത്യമാകണമെന്നില്ല. ചില വേദനകൾ, ചില അപമാനങ്ങൾ, ചില ഒഴിവാക്കലുകൾ മറന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനേ പറ്റൂ. അതങ്ങനെ മനസ്സിൽ നീറി നീറി കിടക്കും. നിങ്ങൾ സ്നേഹിക്കുന്നവരെയല്ല, നിങ്ങളെ സ്നേഹിക്കുന്നവരെ വേണം സ്നേഹിക്കാൻ. അവർക്കായി എന്നും സ്നേഹം കരുതി വയ്ക്കുക. സ്വന്തം തെറ്റുകൾ ശരികളായി സ്ഥാപിക്കാൻ ഏതറ്റം വരെ പോകുന്നവരുമുണ്ട്. ഒരുപക്ഷെ അവർക്കതിൽ വിജയിക്കാനും കഴിയും. അങ്ങനെ നേടുന്ന ശൈലികൾക്കും വിജയങ്ങൾക്കും പിന്നിൽ നിഷ്കളങ്കരായ മനുഷ്യരുടെ കണ്ണീരുണ്ടാകും. ഒന്ന് ക്ഷമിക്കാൻ ശ്രമിക്കാതെ, ഒന്ന് തോറ്റുകൊടുക്കാൻ ശ്രമിക്കാതെ നേടിയെടുക്കുന്നതൊന്നും പിന്നീടുള്ള ജീവിതത്തിൽ സമാധാനം നൽകിയെന്ന് വരില്ല. ഭക്തരെ, ഒരു സമയം കഴിഞ്ഞാൽ ഒരാൾക്കും വേദനിപ്പിക്കാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ മാറിയിട്ടുണ്ടാകും. വിജയിക്കാൻ നിങ്ങൾക്ക് സൗന്ദര്യമുള്ള മുഖമോ ശരീരമോ ഒന്നും വേണ്ട. അതിന് വേണ്ടത് കഴിവുള്ള ഒരു മനസ്സും ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യപ്രാപ്തിയുമാണ്. ഭക്തരെ, ഒരു പിശുക്കൻ കൂട്ടിവെച്ച സമ്പത്തും തേനീച്ച കൂട്ടിവെച്ച തേനും മറ്റുള്ളവർക്കേ പ്രയോജനപ്പെടൂ. ഒരു മനുഷ്യൻ്റെ സ്വഭാവം വെളിപ്പെടുന്നത് പ്രതികൂല സാഹചര്യങ്ങളിലാണ്, സന്തോഷ നിമിഷങ്ങളിലല്ല. എല്ലാ ഭക്തരും സന്തോഷത്തോടു കൂടിയിരിക്കുക. മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ. ഓം നമഃ ശിവായ.